ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ട കാര്യങ്ങളാണ് ഓയിൽ, അത് കഴിഞ്ഞിട്ട് ഇതാണ് ഷുഗർ. ഷുഗർ നമ്മൾ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യുക. അതിന് തരികളൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് മൈദ. ദെൻ എസെൻസ്, അതേത് ഫ്ലേവർ എസെൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ചോക്കോ പൗഡർ. അതിന് ശേഷം ഇത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. സോൾട്ട്, എഗ്. അത് കഴിഞ്ഞ് ഗൈസ് ഞാൻ യൂസ് ചെയ്ത് മെഷർമെൻറ്റ് കപ്പാണ്, ഹാഫ് കപ്പ്. സോ നമ്മൾ എത്ര മൈദ യൂസ് ചെയ്യുന്നു അത്ര ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമാണ് ഷുഗർ ആൻഡ് ഓയിൽ. ഇപ്പോൾ ഹാഫ് കപ്പ് മൈദയാണെങ്കിൽ ഹാഫ് കപ്പ് ഓയിൽ ആൻഡ് ഹാഫ് കപ്പ് ഷുഗർ. അതിന് ശേഷം നമ്മൾ ഇതെല്ലാം, അപ്പോൾ ആദ്യമേ നമ്മൾ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ്. അപ്പോൾ അതിന് ശേഷം ആദ്യം നമ്മൾ എഗ് ആൻഡ് ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് അത് നല്ലപോലെ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമാണ് നല്ലപോലെ അത് മിക്സ് ആവുന്നുണ്ടോ എന്ന്. അത് നമ്മൾ ചെക്ക് ചെയ്യണം. ലൈക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതിൽ തരിയൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മിക്സ് ചെയ്യുന്ന സാധനം പൊട്ടിപ്പോയി. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ കാണുന്നത് ഗൈസ്, ഞാൻ ബീറ്റ് ചെയ്തു. നല്ലപോലെ ബീറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക സംഭവം ഓക്കെ ആണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് കിട്ടും. അതിന് ശേഷം അതിൽ നിന്ന് ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ആഡിയതിന് ശേഷം അത് നല്ലപോലെ ബീറ്റ് ചെയ്യുക. കുറേ നേരം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഓയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുണ്ട്. ഇതിൻ്റെ ബാറ്റർ നല്ലപോലെ മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ ഓയിലും ഷുഗറും എല്ലാം വേറെ ഇരിക്കും. ഓക്കെ, അതിന് ശേഷം മൈദയിൽ നമ്മൾ ചെറുതായി ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു റിലേഷൻ സോൾട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ വെച്ചേക്കുന്ന ബാറ്ററി ചെയ്തേക്കുന്ന സാധനത്തിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ തവി കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വനില എസൻസ് ആഡ് ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോക്ലേറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫുള്ള് ചോക്ലേറ്റ് കളർ അതിൽ തന്നെ, ചോക്കോ പൗഡർ അതിൽ തന്നെ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർബിൾ കേക്ക് ടൈപ്പ് ഒരു കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്തിരി ബാറ്റർസ് വേറൊരു ബൗളിലെടുത്തിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ എങ്ങനെയാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി പാത്രത്തിൽ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിഷ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലാദ്യമേ നമ്മൾ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, വിത്ത് ടിഷ്യൂ പേപ്പർ ഈസ് ഓൾസോ ഗുഡ്. സോ ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ജസ്റ്റ് ബട്ടർ ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് മോയിസ്റ്റ് ആക്കുക. അതിന് ശേഷം ബാറ്റർ ആഡ് ചെയ്യുക. ദെൻ ചോക്കോ ആഡ് ചെയ്ത് ബാറ്റർ ജസ്റ്റ് 1 സ്പൂൺ ആഡ് ചെയ്താൽ മതി. ഇത് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഡിസൈൻ വരാൻ വേണ്ടിയാണ് ഗൈസ്. എന്നുവെച്ചാൽ എനിക്ക് ഫുൾ ചോക്ലേറ്റ് കളർ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ വരാൻ വേണ്ടി ജസ്റ്റ് ഒരു 1 സ്പൂൺ ആഡ് ചെയ്ത് അവസാനം ഞാൻ കാണിക്കാം ഗൈസ്. മുന്നിലുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം നമ്മൾ ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്ലവറുടെ ഡിസൈനൊക്കെ കിട്ടും. അപ്പോൾ ഗൈസ് ഞാനത് ബേക്ക് ചെയ്യാൻ വെച്ചു. അതിന് ശേഷം ഞാനൊരു സിനിമ എൻജോയ് ചെയ്തു ഗൈസ്. ഈ സിനിമയുടെ പേര് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കണം, ഞാൻ പ്രകാശൻ എന്ന സിനിമയാണ്. അതിന് ശേഷം ഞാനൊരു ലഡു കഴിച്ചതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. സോ നമ്മൾ ഓവൻ ആണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അതിന് ശേഷം നമ്മൾ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ നമ്മുടെ ബാറ്റർ അതിനകത്ത് വെക്കാം. ഒരു 30 to 45 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. സോ ഒരു 30 മിനിറ്റ്സ് ആകുമ്പോഴേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ജസ്റ്റ് അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്ക് വെച്ച് നടക്കുന്നു കുത്തി നോക്കുക. അപ്പോൾ നമുക്കാണെങ്കിൽ എന്നിട്ട് ആ സ്റ്റിക്കിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. മോയ്സ്ചറൊന്നുമില്ല, ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ്. സോ നമ്മളത് എടുക്കുക. അതിന് ശേഷം രാത്രി ഇത്ര ആയത് കാരണം ഞാൻ പിന്നെ ഉള്ള
ഇത് കാണിച്ചിട്ടില്ല ഗൈസ്. പക്ഷേ ഞാൻ എന്തോ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റിൽ നിന്ന് ക്രീം പർച്ചേസ് ചെയ്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാൻ കേക്കിൻ്റെ മുകളിലൊന്ന് ഇട്ടു. ഡെക്കറേഷൻ്റെ ചെറിയ ചെറിയ സ്മോൾ ഹാർട്ട്സും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചതിന് ശേഷം ഒരു 7 മണിക്കൂർ ഞാൻ നമ്മുടെ ഫ്രീസറിൽ വെച്ചു. അതിന് ശേഷം 7 മണിക്കൂറിന് ശേഷം ഞാൻ ജസ്റ്റ് അത് വെളിയെടുത്തിട്ട് ഇന്ന് നോക്കിയപ്പം ഇത്ര നല്ല പോലെ ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാനത് പിന്നെയും ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ജസ്റ്റ് ഒരു 5 to 7 hours വേണ്ടി പിന്നെയും ഞാൻ ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചു ഗൈസ്. സോ ലാസ്റ്റ് എൻ്റെ കേക്കിൻ്റെ എക്സ്പീരിയൻസ് ഇതുപോലെയായിരുന്നു ഗൈസ്. കഴിക്കാനും അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ 5th ആനിവേഴ്സറി ആയിരുന്നു. അതിൻ്റെ സർപ്രൈസായിട്ട് ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തപ്പോൾ ഹസ്ബൻഡ് നല്ല സന്തോഷമായിരുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്.